നടൻ ജയസൂര്യയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമായിരുന്നു ആട് 3. മലയാളത്തിലെ ഏറ്റവുമധികം ഫാൻ ബേസുള്ള ആട് ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വന്ന 2 ഭാഗങ്ങളും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി. കഴിഞ്ഞ ദിവസം ചിത്രം OTT സ്ട്രീമിംഗും ആരംഭിച്ചിരുന്നു. C5ലൂടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്കെത്തിയത്. തിയേറ്ററിലെ മികച്ച വിജയം നേടിയെങ്കിലും OTTയിലെ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടുന്നത്. മുൻ ഭാഗങ്ങളെ അപേക്ഷിച്ച് കോമഡിയുടെ കാര്യത്തില് ചിത്രം വളരെ പിന്നോട്ടു പോയെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. 2.25 മണിക്കൂര് ദൈർഘ്യമുള്ള ചിത്രത്തിലെ പല കോമഡികളും വരയ്ക്കായിട്ടില്ലെന്നും കമന്റുകളുണ്ട്. ഈ സിനിമയ്ക്ക് എങ്ങനെ 100 കോടി കളക്ഷന് കിട്ടിയെന്നാണ് പലരുടെയും ചോദ്യം. ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും മോശം സിനിമയെന്നാണ് ചിലര് ആട് 3 വിശേഷിപ്പിക്കുന്നത്. 2 വ്യത്യസ്ത ടൈംലൈന് കാണിക്കുന്ന ചിത്രത്തില് പാസ്റ്റിലെ കോമഡികളൊന്നും വരയ്ക്കായില്ലെന്ന് ചിലര് അഭിപ്രായപ്പെടുന്നു. അവസാനത്തെ അരമണിക്കൂര് മാത്രമാണ് ചിത്രം പീക്കിലേക്കെത്തിയതെന്നും കമന്റുകളുണ്ട്. കണ്ടുകഴിഞ്ഞപ്പോൾ കാണണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു പടം, ഒരു സീനിൽ പോലും ചിരി വന്നില്ല എന്നുള്ളത് ആണ് അത്ഭുതപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നവരും കുറവല്ല. പാപ്പനും ടീമും പണിക്കരെ കാണാന് പോകുന്ന സീന് മാത്രമാണ് ആകെ ചിരി സമ്മാനിച്ചത്. വിനായകൻ അവതരിപ്പിച്ച ഡ്യൂഡിന്റെ സെക്കൻഡ് എൻട്രി മുതല് സിനിമ അതിന്റെ ട്രാക്കില് കയറിയെന്നും കമന്റുകളുണ്ട്. ജയസൂര്യയ്ക്കൊപ്പം ധർമ്മജൻ, സൈജു കുറുപ്പ്, ഭഗത് മാനുവൽ, ശ്രിന്ദ, അജു വർഗീസ്, സണ്ണി വെയ്ൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു.